വെറും 15 മിനിറ്റിൽ 20 ഇടിയപ്പം. വാട്ടണ്ട, കുഴയ്ക്കണ്ട, മിക്സിയിലൊന്ന് കറക്കിയാൽ മതി. നല്ല സോഫ്റ്റ് ഇടിയപ്പം. ഇടിയപ്പം ഉണ്ടാക്കാൻ സമയമില്ലെന്നും പറഞ്ഞ ആരും ഉണ്ടാക്കാതിരിക്കണ്ട. കണ്ടോ, നൂലൊന്നും പൊട്ടിപ്പോകുന്ന പോലും ഇല്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഒപ്പം ലൈക്കും കൂടി ചെയ്തേക്ക്. അപ്പൊ ആദ്യം നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെക്കാം. ഇത് തിളച്ചു വരട്ടെ. രണ്ടാമത്തെ സ്റ്റെപ്പ്, തട്ടെല്ലാം ഓയിൽ തേച്ച് മാറ്റി വെക്കുക. 3 തട്ടുണ്ട്, 3 തട്ടും ഓയിൽ തേച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് ചോറിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാ വെള്ളം മതി. ഇനി വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിക്കുകയെങ്കിൽ അതും ആകാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കോക്കനട്ട് ഓയിൽ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയോ റാഗിപ്പൊടിയോ ചേർക്കാം. ഏത് പൊടിയായാലും നൈസ് പൊടിയായിരിക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതാ പൊടി കുറച്ചിട്ട് കുഴച്ചെടുക്കാം. ഇതാ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി ലൂസ് ആവരുത്. ലൂസ് ആയെന്നുണ്ടെങ്കിൽ അല്പം കൂടി പൊടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി കുഴയ്ക്കുക. പൊടി നല്ല കട്ടിയായിട്ടായിരിക്കണമെങ്കിൽ ദേവനാഴിയിലൂടെ ഇറങ്ങുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കുക. അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് ആ പരുവത്തിലാക്കി എടുക്കുക. അപ്പം നമ്മളിതാ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സേവനാഴി എടുക്കുക. അതിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കുക. ഇതാ മാവ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ തട്ടെടുത്ത് അതിലേക്ക് കറക്കി ഇട്ട് കൊടുക്കുക. ഇതാ കറക്കി ഇട്ട് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. കേട്ടോ, പൊട്ടിപ്പോകുന്ന പോലുള്ള സംഭവം. ഇങ്ങനെ നമുക്ക് 3 തട്ടും നിറച്ചെടുക്കാം. ഇതാ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തട്ടെല്ലാം ആ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഇഡ്ഡലി പാത്രത്തിലേക്ക് നമ്മൾ എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 8 മിനിറ്റ്, 5 മിനിറ്റ് തൊട്ട് 8 മിനിറ്റ് വരെ മതി. 8 മിനിറ്റാണ് ഞാനിവിടെ വെക്കുന്നത്. ഇതാ 8 മിനിറ്റ് നല്ല സോഫ്റ്റ് സൂപ്പർ ഇടിയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമയമില്ലാന്ന് പറഞ്ഞാൽ ഇനി ആരും ഇടിയപ്പം ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. ഇനി ഇതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇടിയപ്പം കറക്കി ഇടുമ്പോൾ അതിന് തൊട്ട് താഴെ കുറച്ച് തേങ്ങയും കൂടി വിതറിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇടിയപ്പം കറക്കി ഇടുന്നെങ്കിൽ തേങ്ങയും കൂട്ടി നല്ല അടിപൊളി ഇടിയപ്പം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, പ്രയോജനമുള്ളതാണെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലെയുള്ള ടിപ്സുകളുമായി ഇനിയും വരും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.